സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർണൻ, മഹാഭാരതത്തിലെ ഏറ്റവും തേജസ്സുറ്റ വ്യക്തിത്വം. കുന്തിപുത്രനായി ജനിച്ചിട്ടും സൂതപുത്രനായി ജീവിക്കേണ്ടി വന്ന ഹതഭാഗ്യൻ. ഇന്ന് ഇതിഹാസ പുരുഷനായ ആ കർണൻ്റെ കഥയാവാം. ഒരിക്കൽ ഭോജരാജൻ്റെ കൊട്ടാരത്തിൽ എഴുന്നള്ളിയ ദുർവാസാവു മഹർഷിയെ പരിചരിച്ചത് കുന്തിയായിരുന്നു. സന്തുഷ്ടനായ അദ്ദേഹം കുന്തിക്ക് 5 വിശിഷ്ട പുത്രസിദ്ധി മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അവ ഓരോന്നും ഏതു പ്രപഞ്ചശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുന്നുവോ ആ ശക്തി മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കുന്തിക്ക് ആ ശക്തിയുടെ ഒരു മകനെ നൽകും. മന്ത്രങ്ങൾ കിട്ടിയ കുന്തി ജിജ്ഞാസുവായി. ഇത് ഫലിക്കുമോ എന്ന് എങ്ങനെ അറിയാം? ജിജ്ഞാസ കൂടിക്കൂടി വന്നു. ഒടുവിൽ കുന്തി ഒരു തീരുമാനമെടുത്തു. പരീക്ഷിക്കുക തന്നെ. സൂര്യദേവനെ മന്ത്രം ജപിച്ചു വിളിച്ച് പ്രത്യക്ഷപ്പെടുത്തി നോക്കാം. കുന്തി മഹർഷി പറഞ്ഞുകൊടുത്ത മന്ത്രം ജപിച്ചു. അത്ഭുതം! സർവാഭരണ വിഭൂഷിതനായി സാക്ഷാൽ സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ടു. പകച്ചുപോയ കുന്തിയോട് സൂര്യദേവൻ ചോദിച്ചു, വത്സേ, നാം എന്തു വരമാണ് നൽകേണ്ടത്? കൂപ്പുകൈകളോടുകൂടി കുന്തി അപേക്ഷിച്ചു. അവിടുന്ന് ക്ഷമിക്കണം, അവിവേകം പൊറുക്കണം. അടിയന് വരങ്ങളൊന്നും വേണ്ട. എന്നാൽ ആവശ്യമില്ലാതെ തന്നെ വരുത്തിയതിന് പകരമായി സന്താനഭാഗ്യം നൽകിയാണ് സൂര്യദേവൻ മറിഞ്ഞത്. ഗർഭിണിയായ കുന്തിദേവി അപമാനഭയത്താൽ ആരോരും അറിയാതെ ഒരു തോഴിയുടെ സഹായത്താൽ പ്രസവിച്ചു. കവചകുണ്ടലങ്ങളോടുകൂടിയ ഒരു ആൺകുഞ്ഞായിരുന്നു അത്. ആ ചോരക്കുഞ്ഞിനെ ഒരു പേടകത്തിലാക്കി ഗംഗാനദിയിൽ ഒഴുക്കുകയും ചെയ്തു. കവചകുണ്ടലങ്ങൾ ഉള്ള കാലത്തോളം ഇവനെ ആർക്കും വധിക്കാൻ കഴിയില്ല എന്ന് ജനന സമയത്ത് സൂര്യദേവൻ അരുളി ചെയ്തിരുന്നു. ജന്മനാ കവചകുണ്ടലങ്ങളോട് കൂടിയുള്ള ആ പിഞ്ചു കുഞ്ഞിനെ കുത്തിയൊഴുകുന്ന നദിയിൽ നിന്നും ഹസ്തിനപുരത്തിലെ തേരാളിയായ അതിരഥൻ രക്ഷിച്ചു. അദ്ദേഹവും ഭാര്യയായ രാധയും ആ കുഞ്ഞിനെ എടുത്തു വളർത്തി. അങ്ങനെ രാധേയൻ എന്ന പേരിലും സൂതപുത്രൻ എന്ന പേരിലും കർണൻ അറിയപ്പെട്ടു. മഹാഭാരത യുദ്ധം ആസന്നമായ നാളുകളിൽ ഒരു ദിവസം ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ വിചാരിക്കുകയുണ്ടായി, യുദ്ധത്തിൽ തൻ്റെ പുത്രനായ അർജുനൻ്റെ പ്രധാന എതിരാളി കർണനായിരിക്കും. അവൻ്റെ ശരീരത്തിൽ കവചകുണ്ടലങ്ങൾ ഉള്ള കാലത്തോളം അവനെ ആർക്കും വധിക്കുവാൻ സാധ്യമല്ല. അതിനാൽ ദാനശീലനായ കർണൻ്റെ കയ്യിൽ നിന്നും അതെങ്ങനെയെങ്കിലും ചോദിച്ചു വാങ്ങണം. ഇന്ദ്രൻ്റെ ഇപ്രകാരമുള്ള വിചാരം ജ്ഞാനദൃഷ്ടിയാൽ അറിഞ്ഞ സൂര്യഭഗവാൻ ഒരു ദിവസം രാത്രിയിൽ കർണൻ ഉറങ്ങുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഒരു ബ്രാഹ്മണ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഉപചാരപൂർവം വന്ദിച്ച കർണനോട് സൂര്യൻ അദ്ദേഹത്തിൻ്റെ ജന്മരഹസ്യം ധരിപ്പിക്കുകയും ചെയ്തു. സൂര്യദേവൻ പറഞ്ഞു, മകനെ, നീ ജനിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ ഞാൻ അണിയിച്ച കവചകുണ്ടലങ്ങൾ ഒരിക്കലും കൈവെടിയരുത്. അവ ശരീരത്തിൽ ഉള്ള കാലത്തോളം നിന്നെ ആർക്കും വധിക്കുവാൻ സാധിക്കുകയില്ല. ഇതുകേട്ട് കർണൻ പറഞ്ഞു, പിതാവേ, ഞാൻ ഒരിക്കലും സത്യം ലംഘിക്കുകയില്ല. എൻ്റെ ദാനവ്രതം ഒരിക്കലും തെറ്റിക്കുകയുമില്ല. അങ്ങനെയെങ്കിൽ കവചകുണ്ടലങ്ങൾക്ക് പകരമായി ഇന്ദ്രൻ്റെ പക്കലുള്ള ഏകപുരുഷഘാതിനി എന്ന വേല് ചോദിച്ചു വാങ്ങണം. അർജുനനല്ലാതെ മറ്റാരിലും അത് പ്രയോഗിക്കരുത്. എന്നാൽ അർജുനനിൽ പ്രയോഗിക്കാതിരിക്കുകയുമരുത്. സൂര്യദേവൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഇനി കർണന് കിട്ടിയ ശാപത്തെപ്പറ്റി പറയാം. ഹസ്തിനപുരിയിൽ കൗരവന്മാരെയും പാണ്ഡവന്മാരെയും ദ്രോണാചാര്യർ ആയുധവിദ്യ പഠിപ്പിക്കുന്ന കാലം. അവരോടൊപ്പം അസ്ത്രവിദ്യ പഠിക്കാൻ കൊതിച്ച് സൂതപുത്രനായ കർണനും ദ്രോണരുടെ ശിഷ്യനായി ചേർന്നു. എല്ലാ കാര്യങ്ങളിലും കർണൻ അർജുനനോടൊപ്പമായിരുന്നു. അർജുനനോട് കൂടുതൽ വാത്സല്യമുള്ള ദ്രോണർ അർജുനന് ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ കർണൻ
തനിക്കും ബ്രഹ്മാസ്ത്രവിദ്യ ഉപദേശിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ ദ്രോണർ പറഞ്ഞു, നീ ക്ഷത്രിയനല്ലല്ലോ. ക്ഷത്രിയന്മാർക്കും ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്കും മാത്രമേ ബ്രഹ്മാസ്ത്രവിദ്യ പഠിക്കാൻ പാടുള്ളൂ. നിരാശനാകാതെ കർണൻ ആ അത്യപൂർവമായ വിദ്യ പഠിക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചു. മഹേന്ദ്രഗിരിയിൽ താമസിക്കുന്ന പരശുരാമൻ ബ്രാഹ്മണബാലന്മാരെ ആയുധവിദ്യ ശീലിപ്പിക്കുന്നുണ്ടെന്ന് കർണൻ അറിഞ്ഞു. വൈകാതെ കർണൻ ഒരു ബ്രാഹ്മണബാലന്റെ വേഷത്തിൽ പരശുരാമനെ ചെന്നു കണ്ടു. താൻ പരശുരാമന്റെ സ്വന്തം കുലമായ ഭൃഗുവംശത്തിൽ ജനിച്ച ബ്രാഹ്മണബാലനാണെന്നും തന്നെയും അസ്ത്രാഭ്യാസം ചെയ്യിക്കണമെന്നും അപേക്ഷിച്ചു. ഒറ്റനോട്ടത്തിൽ തന്നെ കർണനെ പരശുരാമന് ഇഷ്ടമായി. അദ്ദേഹം അതുവരെ മറ്റാർക്കും പറഞ്ഞു കൊടുക്കാതിരുന്ന പല വിദ്യകളും കർണനെ പഠിപ്പിച്ചു. ഒരു ദിവസം ആശ്രമത്തിനടുത്ത് വില്ലും അമ്പുമെടുത്ത് തന്നെത്താൻ പരിശീലിച്ചു കൊണ്ടിരുന്ന കർണൻ മാനാണെന്ന് കരുതി ഒരു മഹർഷിയുടെ പശുവിനെ അമ്പെയ്തു കൊന്നു. അതറിഞ്ഞ മഹർഷി കർണനെ ശപിച്ചു. നീ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനോട് പോരിനു നിൽക്കുമ്പോൾ നിന്റെ തേർച്ചക്രങ്ങൾ ഭൂമിയിൽ താണുപോവും. ആ സമയത്ത് ശത്രു നിന്നെ കൊന്നുകളയുകയും ചെയ്യും. കർണൻ ശാപമോക്ഷത്തിന് യാചിച്ചുവെങ്കിലും മഹർഷി കനിഞ്ഞില്ല. പരശുരാമൻ അതൊന്നും അറിഞ്ഞില്ല. മിടുക്കനായ ശിഷ്യനോട് വാത്സല്യം തോന്നിയ അദ്ദേഹം കർണന് ബ്രഹ്മാസ്ത്രവിദ്യ ഉപദേശിച്ചു. ഒരു ദിവസം ആശ്രമത്തിൻ്റെ ഇറയത്ത് കർണന്റെ മടിയിൽ തലവെച്ച് പരശുരാമൻ കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്ത് ഒരു വലിയ വണ്ട് എവിടെ നിന്നോ പറന്നെത്തി കർണന്റെ തുട തൻ്റെ കൂർത്ത കൊമ്പുകൾ കൊണ്ട് തുളച്ചു തുടങ്ങി. സഹിക്കാൻ വയ്യാത്ത വേദനയുണ്ടായെങ്കിലും ഗുരുവിൻ്റെ ഉറക്കത്തിന് തടസ്സം വരരുതെന്നു കരുതി കർണൻ വേദന സഹിച്ചുകൊണ്ടിരുന്നു. വണ്ട് തുളച്ച് കയറിയപ്പോൾ കർണന്റെ തുടയിലെ മുറിവിൽ നിന്ന് ചോരയൊഴുകി പരശുരാമന്റെ ദേഹം നനഞ്ഞു. അദ്ദേഹം ഉണർന്നു. എന്തുപറ്റി ഭാർഗവകുമാര? പരശുരാമൻ ചോദിച്ചു. കർണൻ വണ്ടിനെ കാണിച്ചു കൊടുത്തു. പരശുരാമൻ നോക്കിയ ഉടൻ വണ്ട് ചത്തുവീണ് രാക്ഷസന്റെ രൂപമെടുത്തു. ദംശൻ എന്ന രാക്ഷസനായിരുന്നു അവൻ. പണ്ട് ഭൃഗുമുനിയുടെ ഭാര്യയെ കട്ടുകൊണ്ടുപോകാൻ ശ്രമിച്ച അവൻ മുനിശാപം മൂലം വണ്ടായി തീർന്നതായിരുന്നു. ദംശൻ പോയ ഉടനെ പരശുരാമൻ കർണനോട് ചോദിച്ചു, യഥാർത്ഥത്തിൽ നീ ആരാണ്? ഇത്ര കടുത്ത വേദന സഹിക്കാനുള്ള കഴിവ് ബ്രാഹ്മണർക്കില്ല. ക്ഷത്രിയർക്കേ അത് സാധ്യമാവൂ. സത്യം പറയൂ. കർണൻ പരശുരാമന്റെ കാൽക്കൽ വീണു. സൂതനായ അതിരഥന്റെയും രാധയുടെയും മകനായ കർണനാണ് ഞാൻ. ബ്രഹ്മാസ്ത്രവിദ്യ അഭ്യസിക്കാനാണ് ഞാൻ കളവ് പറഞ്ഞ് അങ്ങയുടെ ശിഷ്യനായത്. എന്നോട് ക്ഷമിക്കണം. പരശുരാമൻ കോപം സഹിക്കാനാകാതെ കർണനെ ശപിച്ചു. വഞ്ചക, നിന്റെ ശത്രുവിനോട് പോരിന് നിൽക്കുമ്പോൾ നിനക്ക് ഞാൻ പഠിപ്പിച്ച ആയുധവിദ്യകളൊന്നും ഓർമ്മ വരാതാകട്ടെ. കുറ്റബോധത്തോടെ തലകുനിച്ചിരുന്ന കർണനോട് സഹതാപം തോന്നി പരശുരാമൻ ഇങ്ങനെയും പറഞ്ഞു, നിന്നെപ്പോലെ വീരനും യോഗ്യനുമായി മറ്റൊരു ക്ഷത്രിയൻ ഉണ്ടാവില്ലെന്ന് ഗുരുവെന്ന നിലയ്ക്ക് ഞാൻ അനുഗ്രഹിക്കുന്നു. പരശുരാമന്റെ ശാപവും അനുഗ്രഹവും വാങ്ങി സന്തോഷമില്ലാതെ കർണൻ ഹസ്തിനപുരിയിൽ തിരിച്ചെത്തി. പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനോട് പോരാടുന്ന നേരത്ത് മഹർഷിയുടെയും പരശുരാമന്റെയും ശാപങ്ങൾ ഫലിക്കുകയും ചെയ്തു. ഒരിക്കൽ ആയുധാഭ്യാസ പ്രകടനം നടക്കുന്ന ഹസ്തിനപുരിയിലേക്ക് കർണൻ ഒരു കാഴ്ചക്കാരനായി കടന്നുചെന്നു. ദ്രോണന്റെ ശിഷ്യരായ പാണ്ഡവരുടെ അഭ്യാസ പ്രകടനം അവിടെ കൂടിയവരെല്ലാം പ്രശംസിക്കുന്നത് കർണൻ കേട്ടു. അർജുനൻ അങ്കത്തട്ടിലേക്ക് കയറിയപ്പോൾ ഉയർന്നു പൊങ്ങിയ കരഘോഷം കർണനെ വികാരഭരിതനാക്കി. അസ്ത്രാഭ്യാസത്തേക്കാൾ അർജുനന്റെ അഹന്ത നിറഞ്ഞ ഭാവപ്രകടനം കർണന് സഹിക്കാൻ കഴിഞ്ഞില്ല. കർണൻ ക്ഷണിക്കാതെ തന്നെ അങ്കത്തട്ടിലേക്ക് ചാടിക്കയറി അർജുനനെ വെല്ലുവിളിച്ചു. കവചകുണ്ടലങ്ങൾ അണിഞ്ഞ സൂര്യതേജസ്സാർന്ന കർണന്റെ മുഖകാന്തിയും യോദ്ധാവിൻ്റെ ശരീരവടിവും അവിടെ കൂടിയിരുന്നവരെ അത്ഭുതപ്പെടുത്തി. എങ്കിലും ദ്രോണർ ഒന്ന് പകച്ചു. ഈ യോദ്ധാവിൻ്റെ മുൻപിൽ അർജുനൻ പരാജയപ്പെടുന്നത് തനിക്ക് ക്ഷീണം തന്നെ, അദ്ദേഹം തീർച്ചപ്പെടുത്തി. അദ്ദേഹം ചോദിച്ചു, അല്ലയോ മത്സരകുതിയായി വന്ന കുമാര, നിന്റെ കുലവും രാജ്യവും പറയുക.
ഇത് രാജകുമാരന്മാർക്കായുള്ള അങ്കത്തട്ടാണ്. കർണൻ്റെ മുഖത്തെ പ്രകാശം മങ്ങി. വീണ്ടും ആ അഭിശപ്ത നിമിഷം തന്നെ വേട്ടയാടുന്നതായി അയാൾക്ക് തോന്നി. പെട്ടെന്ന് സദസ്സിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു പൊങ്ങി. ഗുരുനാഥ, ഈ കുമാരൻ കുലവും രാജ്യവും ഇല്ലാത്തവനല്ല. ഇവനെ ഞാൻ ഈ നിമിഷം അംഗരാജ്യത്തെ രാജാവായി അഭിഷേകം ചെയ്ത് അവരോധിക്കുന്നു. ഇവൻ ഇനിമേൽ അംഗനരേശനായിരിക്കും. സഭയിലിരുന്ന ദുര്യോധനൻ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ മറികടന്ന് കർണനെ മാറോട് ചേർത്തു. ദൃഢവും ഊഷ്മളവും എല്ലാ കാലത്തും പ്രകീർത്തിക്കപ്പെടുന്നതുമായ ഒരു സൗഹൃദം അവർക്കിടയിൽ ഉടലെടുത്തു. കർണൻ വിതുമ്പി, ദുര്യോധന, ഇതിന് പ്രത്യുപകാരമായി ഞാൻ എന്നെ തന്നെ നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. ദുര്യോധനൻ കർണൻ്റെ കണ്ണുകൾ തുടച്ചു. നീ എൻ്റെ സുഹൃത്താണ്. നമ്മൾക്കിടയിൽ ഇനി മറ്റൊന്ന് എന്ന ചിന്തയില്ല. ഈ ദുര്യോധനന് വാക്കൊന്നേയുള്ളൂ. നീ എൻ്റെ ശക്തിയും ദൗർബല്യവുമാണ് കർണ. ചുറ്റും കൂടിയിരുന്ന എതിരാളികളോടായി ദുര്യോധനൻ ഉദ്ഘോഷിച്ചു. സിംഹത്തിൻ്റെ മടയിൽ നിന്ന് ഒരിക്കലും മാൻകുട്ടി ഇറങ്ങി വരില്ല. ഇവൻ, എൻ്റെ കർണൻ, ഒരു സിംഹക്കുട്ടി തന്നെ. മാനാഭിമാനമോർത്ത് താൻ പുഴയിലൊഴുക്കിയ ആ കവചകുണ്ടലങ്ങൾ അണിഞ്ഞ, ആരും നോക്കി നിന്ന് പോകുന്ന തൻ്റെ കുഞ്ഞു തന്നെയല്ലേ ഈ യുവാവ്? ചിന്തയുടെ തീച്ചുളയിൽ സ്ത്രീകൾക്കിടയിലിരുന്ന കുന്തി വെന്തുരുകി. അവൾ ബോധരഹിതയായി. ഉൾക്കണ്ണാൽ ആ നിമിഷം തന്നെ അവിടെ കൂടിയിരുന്ന ചിലർ കർണൻ്റെ ജന്മരഹസ്യം അറിഞ്ഞു. അജ്ഞാതവാസത്തിനു ശേഷവും പാണ്ഡവർക്ക് അർഹതപ്പെട്ട രാജ്യം തിരിച്ചു കൊടുക്കുവാൻ ദുര്യോധനൻ തയ്യാറായില്ല. ഉപദേശികളായി രംഗത്തെത്തിയവരെയെല്ലാം ദുര്യോധനൻ തൻ്റേതായ ഓരോരോ കാരണങ്ങൾ നിരത്തി നിരാശരാക്കി. ഒടുവിൽ പാണ്ഡവരുടെ അപേക്ഷയെ മാനിച്ച് ശ്രീകൃഷ്ണൻ ആ ദൗത്യം ഏറ്റെടുത്തു. ശ്രീകൃഷ്ണൻ ആരാണെന്ന് ഇതിനോടകം മനസ്സിലാക്കാൻ കഴിഞ്ഞ ധൃതരാഷ്ട്രർ മകനെ സാരോപദേശം കൊണ്ട് മൂടി. അച്ഛനപ്പുറം വളർന്ന മകൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. സൂചി കുത്തുവാനുള്ള സ്ഥലം പോലും താൻ പാണ്ഡവർക്ക് നൽകില്ലെന്ന് ശഠിച്ചു. വീണ്ടും വീണ്ടും കൃഷ്ണൻ പാണ്ഡവർക്ക് വേണ്ടി വാദിച്ചു. ദുഷ്ടബുദ്ധികളായ അവർ കൃഷ്ണനെ ഒരു പാശത്താൽ ബന്ധിച്ച് തടവുകാരനാക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് കൗരവസഭയാകെ ഞെട്ടിത്തെരിക്കുമാറ് കൃഷ്ണൻ ഉറക്കെ ചിരിച്ചു. നോക്കി നിൽക്കെ അദ്ദേഹം വാനോളം വളർന്നു. ആ തിരുനെറ്റിയിൽ നിന്ന് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പുറപ്പെട്ടു. വക്ഷസ്സിൽ നിന്ന് ത്രിപുരാന്തകനായ ശിവൻ, ഭഗവാന്റെ വലത്തെ തോളിൽ നിന്ന് ഇന്ദ്രവരുണാദികളും ഇടത്തെ തോളിൽ നിന്ന് അഷ്ടവസുക്കളും മരുത്തുക്കളും ഉത്ഭവിച്ചു. വായിൽ നിന്ന് പ്രപഞ്ചത്തോളം ഉയർന്നു പൊങ്ങുന്ന തീജ്വാല, അവയ്ക്കിടയിലൂടെ മിന്നിമറയുന്ന ഭൂമി പാതാള നാഗലോകങ്ങൾ. ഭഗവാന്റെ പുറകിലായി സംരക്ഷണത്തിൽ പാണ്ഡവരും വൃഷ്ണികളും നിന്നിരുന്നു. അസംഖ്യം കൈകളുള്ള ഭഗവാന്റെ കൈകളിൽ സുദർശനം, പാഞ്ചജന്യമെന്ന ശംഖ്, കൗമേദകം എന്ന ഗദ, നന്ദനം എന്ന വാള്, ഇവ വിശ്വരക്ഷാർത്ഥം കാണപ്പെട്ടു. വിശ്വരൂപിയായ നാരായണൻ്റെ ഇടത്തെ കൈവെള്ളയിലായി ബാലഭദ്രനും വലത്തെ കൈവെള്ളയിലായി അർജുനനും കാണപ്പെട്ടു. ഭീഷ്മദ്രോണ വിധുരർക്കൊഴിച്ച് ആർക്കും തന്നെ ആ കാഴ്ച കാണാനായില്ല. എല്ലാവരുടെയും പ്രജ്ഞ നശിച്ച ആ നിമിഷത്തിൽ ഭഗവാന്റെ മായ എന്നോണം ധൃതരാഷ്ട്രർക്ക് കാഴ്ച തിരിച്ചു കിട്ടി. ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കാൻ ഇടം കിട്ടിയ ധൃതരാഷ്ട്രരുടെ ജന്മം സുഹൃതമാക്കപ്പെട്ടു. ശ്രീകൃഷ്ണൻ കോപത്തോടെ കൗരവസഭ വിട്ടിറങ്ങി. തിരിച്ചു പാണ്ഡവ സന്നിധിയിലേക്ക് മടങ്ങുന്നതിന് മുൻപായി കൃഷ്ണൻ രാധേയനുമായി ഒരേകാന്തതയിൽ സന്ധിച്ചു. കർണൻ കുന്തിപുത്രനാണെന്ന് വെളിപ്പെടുത്തിയ കൃഷ്ണൻ സ്വന്തം സഹോദരങ്ങളോടൊപ്പം നിൽക്കാൻ കർണനെ നിർബന്ധിച്ചു. രാധേയ, നിന്റെ മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാണ്ഡവകുലത്തിൻ്റെ കിരീടാവകാശിയായി നീ മാറുന്നത് എനിക്ക് കാണണം. കൃഷ്ണൻ കർണനെ തൻ്റെ നെഞ്ചോടമർത്തി. ഒരു നിമിഷം കൃഷ്ണപ്രഭയിൽ കർണൻ മാറ്റങ്ങൾക്ക് വിധേയനാകുമെന്ന് തോന്നി. കൃഷ്ണനിൽ നിന്ന് വിമുക്തനായ കർണനിൽ നിശ്ചയദാർഢ്യം ഏറി നിന്നു. കൃഷ്ണ, അങ്ങ് പറയും പോലെ ഞാൻ രാധേയനല്ലെന്നും കൗന്ദേയനാണെന്നും സൂര്യനാണ് എൻ്റെ പിതാവെന്നും അംഗീകരിക്കാം. എന്നാൽ വർഷങ്ങളായി ഞാൻ ഏറ്റുവാങ്ങിയ ജന്മശാപത്തിന് ഒരു പരിഹാരമായി അങ്ങിപ്പോൾ വന്നതിന് പിന്നിൽ ഒരു ചതിയുണ്ട്.
കൃഷ്ണൻ കർണനെ സംശയദൃഷ്ടിയാൽ നോക്കി. മറ്റാരും നൽകാത്ത ഔദാര്യം എന്നോട് കാട്ടിയവനാണ് ദുര്യോധനൻ. ഈ വൈകിയ വേളയിൽ ഭൗതിക സുഖത്തിനു വേണ്ടി ഞാൻ ദുര്യോധനെ തള്ളിക്കളയില്ല. യുദ്ധത്തിൽ ജയപരാജയങ്ങൾ ഉണ്ടാകും. രണ്ടായാലും ഞങ്ങൾ തുല്യമായി അനുഭവിക്കും. ഭൂമിയിൽ ദുര്യോധനേക്കാൾ ശ്രേഷ്ഠനായി എനിക്ക് ആരുമില്ല. കൃഷ്ണന്റെ മുഖം പ്രകാശിച്ചു. ശരി കർണ, നിങ്ങളുടെ സൗഹൃദം എന്നും ലോകം സ്മരിക്കും. ആപത്തുകാലത്ത് സുഹൃത്തിനെ തള്ളിപ്പറയുന്നവൻ നിന്ദ്യനാണ്. നിനക്ക് നല്ലത് വരട്ടെ. കർണന്റെ മേലുള്ള പരീക്ഷണം അവിടം കൊണ്ട് അവസാനിച്ചില്ല. സന്ധ്യാവന്ദനത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ക്ഷീണിതയും സുന്ദരിയുമായ ഒരമ്മയുടെ മുഖം കർണൻ കണ്ടു. മകനെ, അവർ അയാളെ കണ്ണീരോടെ വിളിച്ചു. കൃഷ്ണൻ പറഞ്ഞ് കാര്യമറിഞ്ഞിരുന്ന കർണനിൽ പുതിയ വെളിപ്പെടുത്തൽ പ്രത്യേകിച്ച് ഒരു പ്രതികരണവും സൃഷ്ടിച്ചില്ല. എങ്കിലും സ്ത്രീകളെ കർണൻ ഏറെ ബഹുമാനിച്ചിരുന്നു. സ്വയം വീണുപോകുമെന്ന് തോന്നിയ നിമിഷത്തിൽ അദ്ദേഹം അവരെ താങ്ങി വൃക്ഷഛായയിലിരുത്തി. ഉത്തരീയം കൊണ്ട് വീശി വിയർപ്പൊപ്പി. നീ രാധേയനല്ല കുമാര, ഞാൻ നിന്റെ മാതാവാണ്. പാണ്ഡവർ നിന്റെ ഇളയ സഹോദരരാണ്, കുന്തി പറഞ്ഞു. അമ്മേ, മുലപ്പാലിൻ്റെ രുചി ബാല്യത്തിലാണ് നൽകേണ്ടത്. യൗവനയുക്തനായ ഒരുവൻ്റെ മുന്നിലേക്ക് മാതൃത്വത്തിൻ്റെ മഹിമയും പാടി വരുന്ന അമ്മയുടെ മനസ്സിൽ ഇപ്പോൾ സ്വാർത്ഥത മാത്രമാണ്. കർണൻ്റെ സ്വരം കനത്തു. ഞാൻ നിന്നോട് തെറ്റു ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാം. നീ പാണ്ഡവരോടൊപ്പം എന്നും ജീവിച്ചു കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇല്ലമ്മേ, നിങ്ങളെക്കാൾ എത്രയോ മേലെയാണ് എൻ്റെ വളർത്തമ്മ. അവർക്ക് നിങ്ങളെപ്പോലെ കുലമഹിമയില്ലെങ്കിലും സ്നേഹത്തിൻ്റെ നിറകുടമാണ്. ജന്മശാപം മുഴുവൻ ഏറ്റുവാങ്ങിയ ശേഷം എനിക്കിനി ഒരു മാതൃത്വം ആവശ്യമില്ല. അമ്മയ്ക്ക് പോകാം. കുമാര. ദയനീയമായ ഇടർച്ചയോടെ കുന്തി ബോധരഹിതയായി. കർണൻ്റെ മനസ്സും അസ്വസ്ഥമായി. അദ്ദേഹം അമ്മയെ പിടിച്ച് തൻ്റെ മടിയിൽ കിടത്തി. പൊക്കിൽ കൊടിയുടെ ബന്ധം അവരെ തമ്മിലടുപ്പിച്ചു. പിരിയുമ്പോൾ കർണൻ കുന്തിക്ക് ഒരു ഉറപ്പ് നൽകി. അർജുനനൊഴികെ മറ്റാരും ഈ കർണനാൽ വധിക്കപ്പെടുകയില്ലെന്നും യുദ്ധശേഷവും അമ്മയ്ക്ക് പഴയ പോലെ 5 പുത്രന്മാരുണ്ടാകുമെന്നും. വീണ്ടും കർണൻ ആവർത്തിച്ചു. അമ്മേ, ദുര്യോധനോളം വലുതായി എനിക്ക് ലോകത്തൊന്നുമില്ല. ഈ കർണൻ ഇന്നാരെങ്കിലുമാണെങ്കിൽ അത് ദുര്യോധൻ്റെ ദയാവായ്പാണ്. മറുത്തൊന്നും ആവശ്യപ്പെടാത്ത എൻ്റെ സുഹൃത്ത് എനിക്ക് ദൈവത്തേക്കാൾ മേലെയാണ്. എൻ്റെ കരുത്താണ് ദുര്യോധൻ്റെ ബലം. ലോകത്ത് ഒരു ശക്തിക്കും ഞങ്ങളെ അകറ്റാൻ കഴിയില്ല. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി. പത്മവ്യൂഹത്തിൽ അകപ്പെട്ട് യുദ്ധം ചെയ്ത അഭിമന്യു നിരായുധനായ നിമിഷം ദുര്യോധൻ്റെ സഹോദരീ ഭർത്താവും സിന്ധു നരേശനുമായ ജയദ്രഥനാൽ ക്രൂരമായി വധിക്കപ്പെട്ടു. കർണനും പുറകിൽ നിന്ന് അഭിമന്യുവിൻ്റെ വില്ലൊടിച്ചു ആ ചതിക്ക് കൂട്ടുനിന്നു. അടുത്ത സൂര്യാസ്തമയത്തിനു മുൻപായി തൻ്റെ പുത്രഘാതകനെ താൻ യുദ്ധത്തിൽ വധിക്കുമെന്ന് അർജുനൻ ദൃഢപ്രതിജ്ഞ ചെയ്തു. വിവരം ചാരന്മാർ മുഖേന അറിഞ്ഞ കൗരവപക്ഷവും തയ്യാറെടുപ്പ് നടത്തി. ഭഗവാൻ ശങ്കരൻ ജയദ്രഥന് ഒരു വരം നൽകിയിരുന്നു. പകലും രാത്രിയിലും തന്നെ ആർക്കും വധിക്കാൻ ഇടവരില്ലെന്നും അഥവാ ഇത് രണ്ടുമല്ലാത്ത സമയത്ത് താൻ വധിക്കപ്പെട്ടാൽ തൻ്റെ തലയറുക്കാൻ കാരണക്കാരനായവൻ്റെ തൻ്റെ തല ഭൂമിയിൽ വീഴുന്ന നിമിഷം പൊട്ടിത്തെറിക്കുമെന്നും. കൃഷ്ണനൊഴികെ ആർക്കും ഈ വരസിദ്ധിയെപ്പറ്റി കേട്ടറിവ് പോലുമില്ല. തന്ത്രജ്ഞനായ കൃഷ്ണൻ അർജുന ശബ്ദം നിറവേറ്റാനായി അസ്തമയത്തിനു മുൻപായി സുദർശന ചക്രത്താൽ സൂര്യബിംബം മറച്ചു. യുദ്ധം നിർത്തി യോദ്ധാക്കൾ ശിബിരത്തിലേക്ക് മടങ്ങിത്തുടങ്ങി. ജയദ്രഥൻ വിജയാഹ്ലാദത്തിൽ സ്വയം മറന്നു. ഈ സമയം കൃഷ്ണനിർദ്ദേശത്താൽ അർജുനൻ എയ്ത പാശുപതാസ്ത്രം ജയദ്രഥൻ്റെ തലയറുത്തു. ആ തല നിലത്ത് വീഴ്ത്താതെ സന്ധ്യാവന്ദനത്തിനിറങ്ങിയ ജയദ്രഥൻ്റെ പിതാവിൻ്റെ കയ്യിലർപ്പിക്കാൻ നിർദ്ദേശിച്ചു. തർപ്പണത്തിനായി വിടർത്തിയ കൈകളിൽ തലയൊട്ടി കണ്ട അദ്ദേഹം അത് ജലത്തിലേക്കെറിഞ്ഞു. ആ നിമിഷം അദ്ദേഹത്തിൻ്റെ തലയും
1000 കഷ്ണങ്ങളായി ചിന്നിച്ചിതറി. ശ്രീകൃഷ്ണൻ സുദർശനം പിൻവലിച്ചു. സൂര്യബിംബം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്ന ചതിയെപ്പറ്റി ചിന്തിക്കുന്നതിനിടയിൽ ജയദ്രഥൻ കൊല്ലപ്പെട്ട സത്യം കൗരവർ അറിഞ്ഞു. ഭീഷ്മദ്രോണാദികൾ കൃഷ്ണന്റെ കൗശലമോർത്ത് ഉള്ളിൽ ചിരിച്ചു. ശരശയ്യയിൽ മരണം കാത്തുകിടന്ന ഭീഷ്മർക്ക് മുന്നിൽ മഹാരഥന്മാർ ഓരോരുത്തരായി ഉപദേശവും അനുഗ്രഹവും തേടിയെത്തി. തന്നെ നേരിൽ കാണുമ്പോഴെല്ലാം അധിക്ഷേപിക്കുക മാത്രം ചെയ്തിരുന്ന ഭീഷ്മരെ കാണുന്നതിന് കർണന് മാനസികമായ ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടി വന്നു. സൂര്യാസ്തമയത്തിനു ശേഷം ഭീഷ്മദൃഷ്ടിയിൽ നിന്ന് ഏറെ അകലെയല്ലാതെ നിലയുറപ്പിച്ച കർണനെ അദ്ദേഹം സ്നേഹപൂർവ്വം അരികിലേക്ക് വിളിച്ചു. കുഞ്ഞേ, കർണ, വൈകിയാണെങ്കിലും നീ എന്നെ തേടി വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. കർണൻ്റെ മനസ്സ് ആർദ്രമായി. ഞാൻ പലപ്പോഴും അങ്ങയുടെ പരിഹാസവാക്കുകൾക്ക് ചെവി തരാതിരുന്നിട്ടുണ്ടെങ്കിലും ഉള്ളിൽ ഞാൻ ഏറെ അങ്ങയെ ബഹുമാനിച്ചിരുന്നു. കുരുകുലാധിപനായ അങ്ങ് എൻ്റെ നന്മ മാത്രമേ ആഗ്രഹിക്കൂ എന്നും അറിയാം. ഭീഷ്മരുടെ കണ്ണു നിറഞ്ഞു. മകനെ, നീ രാധേയനല്ല, കൗന്ദേയനാണെന്ന സത്യം ഞാൻ ഏറെ മുന്നേ അറിഞ്ഞിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അങ്ങ് എന്നോട് അത് വെളിപ്പെടുത്തിയില്ല? കർണൻ്റെ മുഖം ചുളിഞ്ഞു. ഏറെ താഴ്ന്ന സ്വരത്തിൽ ഭീഷ്മർ പ്രതികരിച്ചു. കുഞ്ഞേ, ചില അപ്രിയ സത്യങ്ങൾ പല ദുശ്ശകുനങ്ങളും ക്ഷണിച്ചു വരുത്തുമെന്ന് ഞാൻ ഭയന്നു. പിന്നെ മനസ്സ് നിയന്ത്രണാധീനമായപ്പോൾ നീ ദുര്യോധനോടൊപ്പം ഏറെ ദൂരം പിന്നിട്ടിരുന്നു. ഒരു പിൻവിളിക്ക് പോലും ഇടം കിട്ടാത്ത വിധത്തിൽ നീ അകന്നിരുന്നു. പിതാമഹ, ആ സത്യം വൈകിയാണെങ്കിലും കൃഷ്ണനിൽ നിന്ന് ഞാൻ അറിഞ്ഞു. ദുര്യോധനൻ എനിക്ക് നേടിത്തന്ന അർഹതയും അംഗീകാരവും നിസ്സാരമായി കണ്ട് മരണത്തിൽ നിന്ന് ഭീതിയോടെ ഒരു മടക്കയാത്ര എനിക്ക് ആവശ്യമില്ല. മരിക്കുന്നെങ്കിൽ ഈ കർണന് ശേഷം മാത്രമേ എൻ്റെ ചങ്ങാതി മരിക്കൂ. അത്ര കണ്ട് ഞാൻ ദുര്യോധനെ സ്നേഹിക്കുന്നു. വിജയീ ഭവ. മകനെ, ഇനി എനിക്ക് നിന്നോടൊന്നും ആവശ്യപ്പെടാനില്ല. ഭീഷ്മർ നിറഞ്ഞ മനസ്സോടെ കർണനെ നോക്കി. ഞാൻ നാളെ കൗരവ സഖ്യത്തിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുകയാണ്. അങ്ങയുടെ അനുഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്നു. കർണൻ കൈകൂപ്പി. മകനെ, നിന്റെ ധീരത, ആത്മാർത്ഥത ഏറെ ശ്ലാഘനീയമാണ്. ലോകം ആദർശധീരനായ നിന്നെ അഭിമാനത്തോടെ നെഞ്ചിലേറ്റും. ഭീഷ്മർ അനുഗ്രഹിച്ചു. യുദ്ധത്തിൽ കർണന് കൃഷ്ണതുല്യനായ ഒരു തേരാളിയായി ശല്യരെ കണ്ടെത്താൻ ദുര്യോധനൻ തൻ്റെ വിലയും നിലയും മറന്ന് ഏറെ പരിഹാസ്യനായി ശല്യരുടെ കാൽക്കൽ തൊഴുതു നിന്നു. ശല്യരുടെ പരിഹാസവാക്കുകൾ തൻ്റെ ചങ്ങാതിയോടുള്ള ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് ആ കുരുവംശാധിപൻ നനച്ചു. ദുര്യോധനൻ എന്നാൽ കർണൻ, കർണൻ തന്നെ ദുര്യോധനൻ. 2 ശരീരവും ഒരാത്മാവും. കർണൻ്റെ ദാനതാൽപരത ഏറെ ശ്ലാഘനീയമാണ്. തന്നെ സമീപിക്കുന്ന ആരെയും കർണൻ വെറും കൈയോടെ മടക്കി അയച്ചിരുന്നില്ല. ഇതറിഞ്ഞ് ഇന്ദ്രൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ അദ്ദേഹത്തെ സമീപിച്ചു. കവചകുണ്ടലങ്ങൾ ദാനമായി നൽകണമെന്ന് ശഠിച്ചു. തൻ്റെ ജീവന് തന്നെ ആധാരമായ ആ കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെടുന്നത് മരണം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്ന് അറിഞ്ഞിട്ടുപോലും കർണൻ പിന്തിരിഞ്ഞില്ല. ഈ ദാനതൽപരതയ്ക്ക് മുൻപിൽ കപടവേഷത്തിലെത്തിയ ഇന്ദ്രൻ്റെ കണ്ണുപോലും നിറഞ്ഞു. പകരമായി ശക്തി എന്ന ശ്രേഷ്ഠമായ ഒരു വേൽ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു, ശക്തി കയ്യിലുള്ള കാലം വരെ നീ അജയ്യനായിരിക്കും. എതിരാളിക്കെതിരെ നീ ഇത് പ്രയോഗിക്കാനിടവന്നാൽ വിജയം നിനക്കു തന്നെ. യുദ്ധത്തിൻ്റെ 14-ാം ദിവസം ഭീമപുത്രനായ ഘടോത്കചനെ വധിക്കാനായി കർണന് ശക്തി ഉപയോഗിക്കേണ്ടി വന്നു. തൻ്റെ സഹോദരപുത്രൻ മരിച്ചതിൽ അർജുനൻ ഏറെ ദുഃഖിച്ചു. കൃഷ്ണൻ അർജുനനെ ആലിംഗനം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ഉദ്ഘോഷിച്ചു, ധനഞ്ജയ, നമ്മൾ ജയിച്ചു. കർണൻ്റെ കയ്യിൽ നിന്ന് ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. വിജയം ഉറപ്പായി പാർത്ഥ. നഷ്ടത്തിനെക്കുറിച്ച് ഒരു യോദ്ധാവ് ചിന്തിക്കരുത്, നേട്ടങ്ങളെപ്പറ്റി ആലോചിക്കുക. കൃഷ്ണതന്ത്രത്തിന് മുൻപിൽ പാർത്ഥൻ സ്തബ്ധനായി.
യുദ്ധത്തിൻ്റെ 14-ാം ദിവസം കർണൻ ശല്യർ സജ്ജമാക്കിയ തേരിൽ കയറി. തലേരാത്രിയിൽ കണ്ട ദുസ്വപ്നങ്ങൾ ഒരു നിമിഷം മനസ്സിൽ മിന്നിമറഞ്ഞു. എല്ലാം അടുത്തു വന്നിരിക്കുന്നു. വിധിയെ തടുക്കാൻ ആർക്കുമാവില്ല. അർജുനാസ്ത്രത്തെ തടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ അവശേഷിച്ചിരുന്ന നാഗാസ്ത്രം അഭിമന്ത്രിക്കുമ്പോൾ മറവിൽ നിന്ന് മന്ത്രം ചികഞ്ഞെടുക്കാൻ കർണൻ ഏറെ പണിപ്പെട്ടു. നാഗാസ്ത്രം പാർത്ഥനു നേരെ വരുന്നത് കൃഷ്ണൻ കണ്ടു. തന്ത്രജ്ഞനായ ആ തേരാളി രഥചക്രം 2 അടി ഭൂമിയിലേക്ക് താഴ്ത്തി. അർജുനന്റെ കിരീടത്തെ മുറിച്ചുകൊണ്ട് അസ്ത്രം കടന്നുപോയി. ഇതിനിടയിൽ കർണന്റെ രഥചക്രം ഭൂമിയിൽ താണു. രഥചക്രം ഉയർത്താനുള്ള ശ്രമത്തിൽ തേരിൽ നിന്നിറങ്ങിയ കർണൻ ആകെ പതറി. നീതിക്ക് വേണ്ടി കേണ കർണന് മുൻപിൽ കൃഷ്ണൻ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അനീതികൾ ഒന്നൊന്നായി നിരത്തി. മറുപടിയില്ലാതെ തൊഴുകൈയുയർത്തിയ ആ യോദ്ധാവിന് നേരെ അർജുനശരം പാഞ്ഞു. കർണൻ മരിച്ചു. ആ സൂര്യ തേജസ് മന്ദമായി ഭൂമിയിൽ നിന്നുയർന്ന് ആകാശത്ത് വിലയം പ്രാപിച്ചു. സൂര്യരശ്മികൾ ശീതീകരങ്ങളായി. ആ യുഗപ്രഭാവന്റെ അന്ത്യം ആർക്കും സഹിക്കാനായില്ല.